അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 152. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഫജ്റിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന 27-ാം വചനം മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് ദുനിയാവാണ് എല്ലാം എന്ന് കരുതി ഭൗതികതയുടെ പിന്നാലെ പോകുന്നവർക്ക് വരാൻ പോകുന്ന പരാജയത്തെക്കുറിച്ചാണ്. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവർക്ക് ബോധോദയം വരികയും ആ ബോധോദയം പൂർണ്ണമായി നിഷ്ഫലമാകുകയും അനന്തരം അള്ളാഹു അവരെ കടുത്ത ശിക്ഷ ശിക്ഷിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നരകം അവിടെ തയ്യാറാക്കി കൊണ്ടുവരും എന്ന ഭാഗം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് ആ സമയത്ത് അള്ളാഹുവിൽ ശാന്തി തേടിയ ആത്മാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തി നേടിയ, അള്ളാഹുവിൽ സമാധാനം നേടിയ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നീ നിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോവുക. റാദിയതൻ മർദിയ്യ, തൃപ്തിപ്പെട്ടവനായിട്ടും തൃപ്തി നേടിയവനായും നീ നിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെ ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിക്കുകയും വദ്ഖുലി ജന്നതി, അതുവഴി നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ പെട്ട് സ്വർഗപ്രവേശം നേടുക. ഇതാരോടാണ് പറയുന്നത്? ഈ വാക്ക് എത്ര സുന്ദരമായ വാക്കുകളാണിത്. ദുനിയാവാണെല്ലാം എന്ന് കരുതി ദുനിയാവിൻ്റെ പിന്നാലെ പോയ മനുഷ്യരുടെ കഥ പറഞ്ഞതിൻ്റെ ശേഷം, അവരുടെ അവസ്ഥ പറഞ്ഞതിൻ്റെ ശേഷം, അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയിലേക്ക് സൂചന നൽകിയതിൻ്റെ തൊട്ടുപിറകിൽ അള്ളാഹു പറയുന്നു, മുഅ്മിനീങ്ങളായ മനുഷ്യർ അവർ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കളോട് പറയുന്ന വർത്തമാനമാണിത്. ബഹുമാനപ്പെട്ട ഇമാം നസഫി തങ്ങൾ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ ഈ വാക്കുകൾക്ക് തഫ്സീർ എഴുതുമ്പോൾ, ഇത് മുതലുള്ള വചനങ്ങൾക്ക് തഫ്സീർ എഴുതുമ്പോൾ അവിടുന്ന് പറഞ്ഞു, വ ഇന്നമാ യുഖാലു ലഹാ ഇൻദൽ മൗത്ത് ഔ ഇൻദൽ ബഅസ് ഔ ഇൻദ ദുഖൂലിൽ ജന്ന. മരിക്കുമ്പോൾ, അല്ലെങ്കിൽ പുനരുത്ഥാന നേരത്ത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അപ്പോഴൊക്കെ ഇത് പറയപ്പെടും എന്ന് പറഞ്ഞാൽ 3 നേരത്തും ഇത് പറയുന്നുണ്ട്. നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് സ്വർഗപ്രവേശനത്തിൻ്റെ സുവിശേഷം കേട്ടുകൊണ്ടാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല മനുഷ്യർക്ക് എന്ത് സന്തോഷകരമായ മരണമാണ്. പുനരുത്ഥാന നേരത്തും അവർക്ക് വെപ്രാളങ്ങളില്ല, കാരണം അവർക്ക് സന്തോഷം അറിയിക്കുകയാണ്. സ്വർഗത്തിൽ കടക്കുമ്പോൾ പിന്നെ പറയാനുമില്ലല്ലോ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞ് അവരെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ തുവഫിയൽ മുഅ്മിനു, ഒരു വിശ്വാസി മരിക്കുമ്പോൾ അല്ലാഹു തആല അർസലല്ലാഹു ഇലൈഹി മലക്കൈൻ, 2 മലക്കുകളെ അവനിലേക്ക് പറഞ്ഞയക്കും. സ്വർഗത്തിൽ നിന്നുള്ള സമ്മാനങ്ങളുമായിട്ടാണ് പറഞ്ഞയക്കുക. സ്വർഗത്തിൻ്റെ നല്ല ചിത്രങ്ങൾ,
സ്വർഗം അവന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ മലക്കുകൾ പറയും, വലത്തുനിന്നും ഇടത്തുനിന്നും ഇവരിങ്ങനെ പറയും, ഉഖ്റുജീ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. പൊറുതികേട് കാണിച്ചിട്ടില്ല, അക്ഷമനായിട്ടില്ല, അള്ളാഹു തന്നു എന്നതുകൊണ്ട് അഹങ്കരിച്ചില്ല, തന്നില്ല എന്നതുകൊണ്ട് ദുഃഖിച്ചില്ല. അങ്ങനെ എന്നും ശാന്തമായി കഴിഞ്ഞ ആത്മാവേ, ശാന്തി നേടിയ ആത്മാവേ, അള്ളാഹുവിൽ ശാന്തി കണ്ടെത്തിയ ആത്മാവേ, നീ പുറപ്പെട്ടോളൂ, നീ ബേജാറാവണ്ട. മരിക്കുമ്പം വെപ്രാളം ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ വെപ്രാളത്തിൽ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ബേജാറാവണ്ടട്ടോ, റാളിയത്തൻ, നീ റബ്ബിനെ പൊരുത്തപ്പെട്ട്, മർലിയത്തൻ, റബ്ബ് നിന്നെ ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട അവസ്ഥയിൽ റബ്ബിനെ തൃപ്തിപ്പെട്ടും റബ്ബിൻ്റെ തൃപ്തി നേടിയും നീ പുറപ്പെട്ടോളൂ. എങ്ങോട്ടാ പോകുന്നത്? ഉഖ്റുജി ഇലാ റൗഹിം വ റൈഹാൻ, സന്തോഷത്തിലേക്കും സ്വർഗീയ ആരാമങ്ങളിലേക്കും നല്ല നല്ല സ്വർഗീയ ഭക്ഷണങ്ങളിലേക്കുമാണ് കേട്ടോ നീ കടന്നു പോകുന്നത്. വറബ്ബിൻ റാളിൻ ഗൈരി ഗൽബാൻ, കോപിക്കാൻ അറിയാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, നിന്നെ തൃപ്തിപ്പെടുന്ന ഒരു റബ്ബ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ റബ്ബിലേക്ക് നിനക്ക് പുറപ്പെടാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക, ഞാൻ മരിക്കുന്ന നേരത്ത്, നിങ്ങൾ മരിക്കുന്ന നേരത്ത് ഇങ്ങനെയൊന്ന് നമുക്ക് കേട്ട് മരിക്കാൻ പറ്റുമോ? ഫതഖ്റുജുക അത്വയ്യബി റീഹിൽ മിസ്കി മാ വജദഹ അഹദും മിൻ അൻഫിഹി അലാ ളഹ്റിൽ അർദ്. ഭൂമുഖത്ത് ഇന്ന് വരെ ഒരാളും അയാളുടെ ദ്വാരങ്ങളിലൂടെ അയാൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കസ്തൂരി സുഗന്ധം അനുഭവിച്ചുകൊണ്ടാണ് ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും അങ്ങ് പിരിയുന്നത്, സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോൾ അത് കേട്ട് പുറപ്പെടുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ നബിതങ്ങളുടെ അടുത്ത് വെച്ച് ഇങ്ങനെ ഓതി, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമുള്ള ആത്മാവേ, ബേജാറില്ല, നിനക്ക് പേടിയില്ല, സമാധാനിക്കാൻ മാത്രം വകുപ്പുള്ളവനാ നീ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സമാധാനം നേടിയ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, പടച്ചവനെ പൊരുത്തപ്പെട്ടും പടച്ചവൻ നിന്നെ പൊരുത്തപ്പെട്ടും നിന്റെ ഉടമയാകുന്ന റബ്ബിലേക്ക് നീ തിരിച്ചോ എന്ന് പറയുമ്പോൾ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വെച്ചൊരു സ്വഹാബി ഇങ്ങനെ ഓതിയപ്പം സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഹ്സന ഹാദാ യാ റസൂലല്ലാഹ്, നബിയേ എത്ര സുന്ദരമാണ് ഈ വചനം. ഇത് കേട്ട് മരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ്. ഇത് കേൾക്കുക, സ്വർഗത്തിലേക്ക് കടക്കുമ്പം പുനരുത്ഥാന നേരത്ത്, മരണ നേരത്തൊക്കെ ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ്, എത്ര സുന്ദരമാണ് നബിയെ ഈ വാക്ക്. മാ അഹ്സന ഹാദാ യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മലക സയഖൂലുഹാ ലക യാ അബൂബക്കർ, എൻ്റെ പ്രിയപ്പെട്ട അബൂബക്കറെ, മലക്ക് നിന്നോടും ഇങ്ങനെ തീർച്ചയായിട്ടും ഇത് പറയാൻ ചുമതലപ്പെടുത്തപ്പെടുന്ന മലക്ക് നിന്നോടിങ്ങനെ പറയും, തീർച്ചയായും അബൂബക്കറെ, നിനക്കിത് കേട്ട് മരിക്കാൻ ഭാഗ്യമുള്ള ഒരു ആൺകുട്ടിയാണ് നീ. എത്രയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിൻ്റെ സന്തോഷം. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഭൂമിയിൽ നിന്ന് ഹബീബായ നബിതങ്ങളുടെ നാക്കിൽ നിന്ന് കേൾക്കുകയാണ് ഈ സുവിശേഷം. ബേജാറാകേണ്ടതില്ല എന്ന സുവിശേഷമാണ് കേൾക്കുന്നത്. സഈദ് ഇബ്നു ജുബൈർ പറയുന്നു, ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ത്വായിഫിൽ വെച്ച് വഫാത്താകുന്നു. ത്വായിഫിൽ വെച്ച് വഫാത്താകുമ്പോൾ ഒരു പക്ഷി വന്നു അദ്ദേഹത്തിൻ്റെ മയ്യത്തും കട്ടിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ മയ്യത്തെടുത്ത് ഞങ്ങൾ പോരുമ്പോൾ അതുപോലെ ഒരു പക്ഷിയെ മുമ്പ് കണ്ടിട്ടില്ല. ഒരു ചെറിയ പക്ഷി വന്ന് കടന്നു. ആ മയ്യത്തും കട്ടിലേക്ക് പാറിക്കടന്ന ആ പക്ഷി പിന്നീട് പുറത്തു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുമില്ല. സുമ്മലം യുറ ഖാരിജ മിൻഹു. പക്ഷേ പിന്നീട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ ഖബറടക്കിയപ്പോൾ, ഞങ്ങൾ ഖബറടക്കി കഴിഞ്ഞ സമയത്ത് ഖബറിൻ്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കുമ്പം, ഖബറിൻ്റെ വക്കത്ത് ഞങ്ങൾ നിൽക്കുമ്പം ഒരാളിങ്ങനെ ഓതുന്നു, ലാ യുദ്റാ മൻ തലാഹ, ലാ യുദ്റാ മൻ തലാഹ. ആരാ ഓതുന്നത് എന്നറിയില്ല. ഒരശരീരി ഇങ്ങനെ കേൾക്കുന്നു, ഒരാളില്ല ശബ്ദം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പേടിക്കണ്ട കേട്ടോ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുടെ ആത്മാവിനോട് പറയാൻ, ധൈര്യമായിട്ട് പടച്ച റബ്ബിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം. റബ്ബ് നിങ്ങളെ കാത്തിരിക്കുന്നു, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു, എൻ്റെ അടിമകളുടെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു, പൊയ്ക്കോളൂ സ്വർഗത്തിലേക്ക് എന്ന ആ സന്തോഷ വാർത്ത അവർ കേൾക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് അത്ഭുതപ്പെടാൻ വകുപ്പുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് സത്യമാണ്. ഇങ്ങനെയൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു അത്ഭുതവും കൂടെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഖബറടക്കുന്ന സമയത്ത് ഞങ്ങൾ കേട്ടു എന്ന് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇന്നും നമ്മൾ തൽഖീൻ ഓതി കൊടുക്കുന്ന സമയത്ത് അവസാനം പറയുന്ന വാക്കിതാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു ഇത്തരത്തിൽ ഉള്ള നല്ല വാക്കുകൾ കേട്ട് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു തന്ന്, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് കേട്ട് മലക്കുകളിൽ നിന്നൊക്കെ ഇതൊക്കെ കേട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് അവസാനിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തഫ്സീറും കൂടെ പറയേണ്ടതുണ്ട്. ഇത് മരണസമയത്ത് പറയും എന്ന് സത്യത്തിൽ വിശുദ്ധ ഖുർആനിലില്ല, എന്നാൽ ഹദീസുകളിലുണ്ട്. എങ്കിൽ ഇനി അല്ല, എല്ലാവർക്കും ബാധകമായ ഒരു നിയമമാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ദുനിയാവിൽ തന്നെ എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് എന്ന് ഇൻഷാ അല്ലാഹ് നാളത്തെ വിശദീകരണത്തിൽ ഒരൊറ്റ ദിവസത്തെ വിശദീകരണവും കൂടെ എടുത്ത് നമുക്ക് പറയാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.